ഹേ ഗായ്സ്, സിസിമ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. 49 വയസ്സായി. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ്, ഭയങ്കര ഭീമാകാരമുള്ള സർപ്രൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സോ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ, ചേട്ടൻ, എൻ്റെ പാപ്പൻ, അച്ഛൻ, ഞങ്ങൾ 4 പേരോട് ചേർന്നിട്ട് ഒരു കുഞ്ഞ് ബർത്ത്ഡേ കേക്കും ഒരു കുഞ്ഞ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് അറിയത്തില്ല ഇതൊന്നും. ആക്ച്വലി ഞാൻ എറണാകുളത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് വീക്കെൻഡായിട്ട് രാത്രി 9 മണിക്കേ വരത്തുള്ളൂ, ട്രെയിനേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അമ്മ ഇപ്പോൾ വരേക്കും. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഞാൻ ആ ട്രെയിനിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി അമ്മ അതിൽ വരുമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. പക്ഷെ ഞാൻ നേരത്തെയുള്ള ട്രെയിനിൽ വന്ന്, ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നേരത്തെയുള്ള ട്രെയിനിൽ വന്ന് വൈകിട്ട് ഞാൻ ഇവിടെ എത്തി. അമ്മയ്ക്ക് അച്ഛൻ്റെ വകയായിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ച്. അമ്മയ്ക്ക് അറിയത്തില്ല ഇത്. അമ്മ എന്നോട് കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഇതുവരെയ്ക്കും ഒന്നും മേടിച്ചൊന്നുമില്ല, ബർത്ത്ഡേ ആയിട്ട് ഒരു ചുരിദാറാ ഒരു നൈറ്റിയാ ഒന്നും മേടിക്കാൻ പറയുന്നില്ല, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അമ്മ. പക്ഷേ കുറച്ച് ദിവസം മുന്നേ തന്നെ അച്ഛൻ ഓൾറെഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്കൊരു ചുരിദാർ മേടിക്കണം, ഇന്ന കളർ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അച്ഛൻ പറഞ്ഞ കളറൊന്നും അല്ല മേടിച്ചത്. പക്ഷേ അച്ഛന് ഇഷ്ടപ്പെട്ടതാണ് മേടിച്ചത്. അച്ഛൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് മേടിച്ചത്. ഞാൻ രാവിലെ ഒരുങ്ങിയതാക്കും അതാ ഈ കോലം. ഞാനൊന്ന് മുഖം കഴുകി സെറ്റായി വരാം. ഡ്രസ്സൊന്നും മാറ്റാൻ സമയമില്ല, വരാം. അമ്മ ഇപ്പോൾ അമ്മയുടെ മാമൻ്റെ മോളുടെ വീട്ടിൽ പോയേക്കുക. പറഞ്ഞു വിട്ടതാണ്, അവിടെ ഇരുത്തേക്കുക. ഇവിടെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം അമ്മേനെ കൊണ്ടുവരത്തുള്ളൂ. അപ്പം അമ്മയുടെ വിചാരം അമ്മ കൂട്ടിയിട്ട് വരാൻ ആരുമില്ലാത്ത വീടാണിത്. പക്ഷെ ഞാനുണ്ട് ഇവിടെ. അത് അമ്മയ്ക്കറിയത്തില്ല. അമ്മയുടെ മനസ്സിൽ ഞാൻ 9 മണിക്കേ വരത്തുള്ളൂ. സർപ്രൈസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഭയങ്കര ഞെട്ടിത്തരിച്ചു പോവാം. അങ്ങനെ അമ്മ സർപ്രൈസ് ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഹാപ്പിയാണ്. ഞാനും ചേട്ടനാണെങ്കിലും ഞങ്ങൾ 4 ആളും ആവശ്യം പോലെ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തത് ഇത്. അപ്പോൾ അത് അമ്മയുടെ ആ ഒരു ചിരിക്കും സന്തോഷത്തിന് വേണ്ടില്ല. ഞങ്ങൾ 4 ആളുടെയും ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഓടി നടക്കുന്ന ആളാണ്. അപ്പോൾ ഷീ ഡിസേർവ് ദിസ്. സോ യാ, ബൈ. ഓക്കെ ഗൈസ്, ഞാൻ മുടി ഒന്ന് കഴിച്ച് ചീവി മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചു. പാപ്പ വിളിച്ചു. പാപ്പൻ്റെ സ്കൂളിൽ ഇനി നിമിഷം വേണമെങ്കിലും അമ്മ ഇവിടെ എത്താം. എന്താകും പ്രതികരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പാർട്ടി പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല മീൻസ് സമയത്തിന് പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പൊട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ പാർട്ടി പേപ്പറിൻ്റെ ഓപ്പറേറ്റർ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു വിശ്വാസമില്ല. പൊട്ടി. എന്തായാലും അമ്മയുടെ പ്രതികരണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം. ഓക്കെ, ബൈ. ഇനി അമ്മയുടെ റിയാക്ഷന് വേണ്ടി വരാം. ശരിയാ. மணியே கண்ணி மாயே என் கைக்குள்ள மலர்ந்தவ